ഹായ് ഹലോ. അപ്പം നമ്മുടെ മാമ രാവിലെ മീനുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേ നെത്തോലി ഉണ്ടായിരുന്നു, പിന്നെ കത്തിക്കാര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കുഞ്ഞു കത്തിക്കാര മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പൂച്ചയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അമ്മനും അതിനും കൂടെ പറഞ്ഞ് അവന്മാരിന്ന് പൂച്ചയ്ക്ക് കൊടുത്തോളാന്നേ. അങ്ങനെ പൂച്ചയ്ക്കെല്ലാം മീൻ വാങ്ങി കൊടുത്തിട്ട് അമ്മക്കുട്ടിയാണെങ്കിൽ ഇതാ വണ്ടിക്കകത്ത് തന്നെ കയറി ഇരിക്കുകയാണ്, അവൻ ഇന്ന് മാമാരോട് മീൻ വിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇക്കാക്ക് കുറച്ച് കത്തിക്കാര വേണമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ കത്തിക്കാര ഞാൻ വാങ്ങാറേ ഇല്ല, ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഇതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ എല്ലാം ഇനി തൊലി വെച്ചെടുക്കുമ്പോഴേക്ക് അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ മാമ അതിനകത്ത് നിന്ന് 5-6 മുരളും കുഞ്ഞ് പാൽക്കാരയുണ്ടല്ലോ, അതൊക്കെ എനിക്ക് പറക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 കത്തിക്കാരയും കുറച്ച് പാൽക്കാരയും കൂടെ ഇട്ട് ഒരു നെത്തോലിയും 3-4 നെത്തോലിയൊക്കെ കൂടെ ഇട്ട് ഒരു പീര വറ്റിക്കൽ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് രസവും വെച്ച് നമ്മുടെ പയറുണ്ടല്ലോ, വള്ളിപ്പയർ എടുത്ത് മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്ക് ഇന്നൊരു കറിക്കുള്ളതാവും. പിന്നെ കുറച്ച് കത്തിക്കാര എടുത്ത് പൊരിക്കാനും എടുത്തു കേട്ടോ, മുരളും കത്തിക്കാരയും കൂടെ. അങ്ങനെ ആദ്യം തന്നെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അടിപൊളി ഒരു രസം അങ്ങോട്ട് കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറെടുത്ത് മെഴുക്കും പുരട്ടിയിട്ടുണ്ട്. പിന്നെ മീൻകറിക്കുള്ള അരപ്പുണ്ടല്ലോ നമ്മൾ ചതച്ചെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഉലുവയൊക്കെ ചേർത്തിട്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മൾ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുരൽ എന്തായിരുന്നാലും ഞാൻ മറിച്ചിടുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പൊടിയാറുണ്ട് കേട്ടോ. എപ്പോഴും കിട്ടിയാലും അങ്ങനെയാണ്. അങ്ങനെ മീൻകറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം വരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അരിയൊക്കെ വടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം വെന്ത സ്ഥിതിക്ക് നമുക്ക് ബാക്കി ജോലിയുടെ ഒതുക്കിയിട്ട് ചോറൊക്കെ കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.